ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസം, നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെ പറയാം. അത് ഉച്ച വരെയാണല്ലോ നമ്മുടെ തിരക്ക്. പിന്നെ രാത്രിയിൽ പാക്കിങ്ങും കാര്യങ്ങളും, അങ്ങനെ എന്താ പറയുക, സാധാരണ ഒരു നല്ലൊരു ദിവസം കേട്ടോ. പിന്നെ പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തെ അവരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ദേ രാവിലെ എണീറ്റു. അപ്പോഴാണ് പറയണത് പാച്ചുവിന് നല്ല പനിയായിരുന്നു ഇന്നലെ രാത്രിയിൽ നിന്ന്. അപ്പം ഞാൻ ലേറ്റായിട്ട് കിടക്കണ കാരണം എന്നോട് വിളിച്ച് പറയാറില്ല. അപ്പോൾ ഡാഡിയോട് പറഞ്ഞു അവന് നല്ല പനിയുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ രാത്രിയിൽ എന്നെ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് അവനെ കിടത്തി ഉറക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവനെ പ്ലേ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ മറ്റൊരു രണ്ടുപേരും ഡ്രസ്സ് മാറാനായിട്ട് ഇതാ ഡിവൈൻ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഡിംപിൾ അവന് മരുന്ന് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി നേരം അവിടെ കിടത്തിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. കുട്ടികൾ പോയതിന് ശേഷം ആവാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഒരാൾ പോകണില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ മറ്റേ രണ്ട് പേർക്കും ഒരു ചെറിയ മടിയും കരച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ ഈ 3 പേര് ഒന്നിച്ച് പോയി ശീലിച്ചിട്ട് ഒരാളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ പോയതിന് ശേഷം പുറത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ ഡോണിനെയും മാറ്റി നിർത്തും കേട്ടോ. കാരണം അവർക്ക് ഡോണിൻ്റെ കൂടെ പോകണം. ഡോണിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ പിന്നെ കരച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് ഡോണിനെയും അങ്ങോട്ട് മാറ്റി നിർത്തി. അങ്ങനെ ദേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡിവൈൻ മുകളിലേക്ക് പോയി. അപ്പം ഞാൻ വന്നിട്ട് പതിവ് പോലെ നമ്മുടെ ഫിൽറ്ററിൽ വെള്ളം ഒഴിക്കൽ, ഈ ബോക്സുകൾ ഉണങ്ങിയത് മാറ്റി ഒതുക്കി വയ്ക്കൽ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളായിട്ട് ഞാൻ എൻ്റെ രാവിലത്തെ ഒരു ദിവസം തുടങ്ങിയിട്ടോ. അങ്ങനെ പട്ടികൾ എനിക്ക് തോന്നുന്നു സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ഇന്ന് എന്തോ ഈ നേരത്ത് വന്നില്ല, അല്ലെങ്കിൽ ഈ നേരത്തെ തന്നെ കണ്ടാൽ ഓടി വരാറുള്ളതാട്ടോ. അപ്പോൾ രണ്ടാൾ ഡ്രസ്സ് മാറി ഇറങ്ങി. അപ്പോൾ രണ്ടാളുടെയും പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മീഷോയിലും ഇതൊക്കെയുള്ള കാരണം ഇഷ്ടംപോലെ ഡ്രസ്സുകൾ നമുക്ക് വളരെ ചെറിയ വിലയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് അതേ വേണ്ടു. പക്ഷെ കാണാൻ നല്ല രസമുള്ള ഡ്രസ്സുകൾ. അപ്പോൾ തോമു പറയായിരുന്നു എൻ്റെതേ ക്രിസ്മസ് ഫാദർ ഉണ്ടതുമ്മേ. അപ്പോൾ ചെറിയ ആൾ അതിൻ്റെ ജിങ്കിൾ ബെൽസ് പാടുക. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഞാൻ പറയായിരുന്നു തോമു കുറച്ച് തടി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പന്മാരായിട്ട് ഇതാ പോവാൻ നിൽക്കണം. അപ്പോൾ ചാക്കോനെ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം ഡാഡീനെ കാണണം. ഡാഡി എവിടെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് പോയതാട്ടോ. എന്നാലും ഇറങ്ങുമ്പോൾ ഏത് വണ്ടിയിലാണ് പോണേ, ആരാ കൊണ്ടുപോകണേ, ഇതൊക്കെയാണ് അവരുടെ ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഞാൻ അവർ മുറ്റത്തൊക്കെ ഇറങ്ങി ഡാഡി മാറി വരുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കിച്ചണിലൊന്ന് കയറി നോക്കിയിട്ടാവാം. അപ്പോൾ ഇതാണെന്നൊക്കെ നോക്കാമല്ലോ. അങ്ങനെ ഞാൻ വന്നപ്പോൾ മാവ് ബാക്കിയിരിക്കുന്നു. ഇഡ്ഡലി, സാമ്പാർ, ചട്നി ഒക്കെ, ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഉണ്ടാക്കുമ്പോൾ ആദ്യം കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കും, ഒരു തട്ട്. അതാണ് ഇവർക്ക് എന്നിട്ട് കൊടുത്തയക്കുക. നമുക്ക് സാധാരണ വലിയ ഇഡ്ഡലി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വണ്ടി തടസ്സം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ചാക്കോ പറയായിരുന്നു ഈ സ്കൂട്ടർ ഇവിടെ നിൽക്കണു, അപ്പയുടെ സ്കൂട്ടർ മുമ്പിലിരിക്കുന്നു, ഡാഡി അത് എടുത്ത് മാറ്റ്. പിന്നെ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റുമ്പോൾ പറഞ്ഞു കൊടുക്കും, ബാക്ക് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ബാക്കിലേക്ക് എടുക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. ചെറിയ കുട്ടികളായാലും അവരുടെ എല്ലാ ദിവസവും കാണുമല്ലേ. അപ്പോൾ അതനുസരിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഗേറ്റ് തുറന്നിട്ട് വരണം അമ്മയും മക്കളും കൂടിയിട്ട് കേട്ടോ. ഡോൺ അവിടെ അകത്തുണ്ട്, അവൻ പോയി എന്നുള്ള ധാരണയുമേ നിൽക്കണം. പക്ഷേ വണ്ടി കണ്ടപ്പോൾ അവർക്കൊരു സംശയമുണ്ട്. അങ്ങനെ ചാക്കോ പറയുന്നു ബാക്കിലേക്ക് എടുക്കുക ഡാഡി, ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ബാക്കിലേക്ക് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ ഡാഡിക്കും ആകെ എന്താ പറയുക, അപ്പാപ്പനെ പഠിപ്പിക്കുന്ന പോലെയായി. അതായത് കുട്ടികൾ പറയുന്നത് കറക്റ്റാണ്, ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ബാക്കിലേക്ക് എടുത്താൽ ശരിയാവും ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ടേ. അങ്ങനെ അവൻ സ്കൂട്ടറുമ്പോൾ കയറി. അപ്പോൾ വിചാരിച്ചു പ്രശ്നമായി എന്ന് വിചാരിച്ചു. കാരണം ചില സമയത്ത് വാശി പിടിക്കും സ്കൂട്ടറിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് പേടിച്ചെങ്കിലും പിന്നെ കുഴപ്പമുണ്ടായില്ല. കാറ് നീക്കിയപ്പോൾ മൂപ്പരെ കാറിൽ ഓടി കയറിയിട്ടോ. എനിക്ക് ചാക്കോൻ്റെ ഈ ബനിയൻ നല്ല ഇഷ്ടമായി. അവന് കറക്റ്റ് നല്ല സൈസ്, കഴുത്ത് ഇത്തിരി കയറിയിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തോമൂൻ്റെ അതിട്ടപ്പോൾ ഇത്തിരി ചെറുതായ പോലെ, കൈ ഇത്തിരി ചെറുതായ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കയറി അവർ യാത്രയാവണം. അപ്പോൾ ഒരുത്തൻ എപ്പോഴും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. ചാക്കോനെ എപ്പോഴും അതാണ് ഇഷ്ടം മൂപ്പർക്ക്. വേറെ ശല്യമൊന്നും ചെയ്യില്ല, ചാരി അവിടെ കിടക്കും, അല്ലെങ്കിൽ അവിടെ എണീറ്റ് നിന്ന് ഫ്രണ്ടിലത്തെ കാഴ്ചകളൊക്കെ കാണും. അതാണ് അവൻ്റെ ഒരു ശീലം കേട്ടോ. പിന്നെ മൂപ്പർക്ക് തന്നെ ഡോറടയ്ക്കണം, അങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഞാനെപ്പോഴും പറയണ പോലെ 2.5 വയസ്സിൻ്റേതായ കാര്യങ്ങളല്ല, ചേട്ടന്മാർ ചെയ്യണത് കണ്ട് അവനാണിപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ സ്പീഡിൽ ചെയ്യുന്ന ആൾ അവനായിട്ടോ. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ മക്കളുള്ള വീടുകളിൽ അമ്മമാരിങ്ങനെ പറയണേക്കെ. ഇപ്പോഴാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ഓരോരുത്തർ പറയുമ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ അവർ പറയും, അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരെണ്ണത്തിനെ തന്നെ നോക്കാൻ ഭയങ്കര പാട്, ഇവരൊക്കെ എങ്ങനെയാണ് 6-7 എണ്ണത്തിനെ നോക്കണേന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ പറയണ കാര്യമുണ്ട്. നമുക്ക് ആദ്യത്തെ ഒരു കുട്ടീനെ മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ള മക്കളെ ആ മോള് നോക്കിക്കോളും എന്ന്. അതായത് ആ മോള് അടുത്ത ആളെ നോക്കും, മൂന്നാമതൊരാൾ വരുമ്പോൾ ആദ്യത്തെ 2 ആളും കൂടി മൂന്നാമത്തെ ആളെ നോക്കും. അപ്പോൾ ഏറ്റവും എളുപ്പം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ ഗുളി കഴിക്കാൻ നിന്നു. അപ്പോൾ ഡിവൈൻ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കിളികൾ ഭയങ്കരമായിട്ട് നെല്ല് കുത്തിയിടണമെന്ന്. അപ്പോൾ അതൊന്ന് അടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡിവൈൻ അങ്ങോട്ട് പോയി. പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിമ്പിള് അടുത്ത സെക്ഷനിലേക്ക് കിടക്കണു. അടുത്ത പരിപാടി പാത്രങ്ങൾ ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ഞങ്ങളെങ്ങനെയാ വെച്ചാൽ ഷിഫ്റ്റാണ്. ആരാണ് അപ്പം കഴിഞ്ഞ് നിൽക്കുന്നത് ആ ആൾ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കേട്ടോ. അങ്ങനെ ഇഡലിയും കാര്യങ്ങളൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് അരി ഞാൻ അടുപ്പത്തിട്ടു. ഇനി ഡിമ്പിളിന് എങ്ങനെയാ വെച്ചാൽ പർച്ചേസിങ്ങിന് പോകണം. പിന്നെ ഡിവൈൻ മുകളിൽ എന്താ പറയുക റൂമിലേക്ക് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് മൂപ്പര മുകളിലേക്കാണ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ മുകളിലിരുന്നിട്ടാണ് എടുക്കുക കേട്ടോ. അപ്പോൾ അവിടെയും അത്യാവശ്യം എല്ലാം ചെയ്യാണ്ടെങ്കിലൊക്കെ ചെയ്യുക, അടിക്കലും തുടയ്ക്കലും ഒക്കെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ പരിപാടികളായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം തന്നെ എടുത്തെല്ലാം പുറത്ത് വെച്ചു. അപ്പോൾ ഡിവൈൻ ഇന്ന് സാമ്പാർ രാവിലെ വെച്ചപ്പോൾ അത് ഇത്തിരി ഇപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഉച്ചത്തേക്ക് ആ കറിയും പിന്നെ എന്തെങ്കിലും ഒന്ന് വറുത്താൽ മതിയല്ലോ. അപ്പോൾ ചാള പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വറുത്തത്. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ളതായി. പിന്നെ ഇന്നലെ രാത്രിയിലത്തെ കറിയും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചതിന് ശേഷം എൻ്റേതായ പണികൾക്കായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാദസരമാണ്. അപ്പോൾ ഞാൻ പാദസരത്തിൻ്റെ ഫോട്ടോസ് ഇത് 10:30 അങ്ങടാണ് ഒരു കൂട്ടർ ചോദിച്ചപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തപ്പോൾ പിന്നെ അത് ഇതിൽ കൂടെ ഇട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫാൻസി പാദസരങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ പാദസരങ്ങൾ വരും, വൈറ്റ് ഗോൾഡിൻ്റെ പാദസരങ്ങൾ വരും, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഇത് നോർമൽ സൈസ് 10:30 എന്ന് പറയുമ്പോൾ നോർമൽ സൈസ് കേട്ടോ, ഫാൻസി പാദസരങ്ങൾ. അങ്ങനെ ഞാനത് എടുക്കുന്ന സമയത്താണ് ഇവർ ഡാഡിയും മോളും കൂടിയിട്ട് ശരിക്കും 12 മണി ആയിട്ടുണ്ട് പോകുമ്പോൾ. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ച് വരുമ്പോൾ പിള്ളേരശ്രീയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ പാച്ചു ഇവിടെയുണ്ട്. പാച്ചുവിന് പിന്നെ അങ്ങനെ അമ്മ പോകുമ്പോൾ കൂടെ പോകണം അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവനറിയാം എനിക്ക് വയ്യ പനിയാണ്, അതുകൊണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങടെ അമ്മ പോണേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തോമൂനെയും ചാക്കോനെയും കൊണ്ടുവരാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ ടി വി വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് നേരം അവിടെ കിടന്നു. മരുന്ന് കൊടുത്ത് കിടക്കണ കാരണം അവിടെ സ്വസ്ഥമായിട്ട് കിടക്കുന്നുണ്ട്. ചുമയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്തോ രാത്രിയിൽ ഭയങ്കരമായിട്ട് പനിച്ചു എന്ന് പറഞ്ഞു. രാവിലെയും ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഭക്ഷണം കഴിക്കാനൊരു ചെറിയ മടിയുണ്ട്, എന്നാലും കുറച്ച് കുറച്ച് കഴിച്ചായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്കൊരു കൊറിയർ വന്നത്. കൊറിയറല്ല, പോസ്റ്റ് ഓഫീസ് വഴിയാണ് വന്നത്. അപ്പം ഞാനത് തുറന്ന് നോക്കിയപ്പോൾ കുട്ടികൾക്കുള്ള സംഭവം ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ കുട്ടികൾക്ക് വേണ്ടി സെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 3 പേരുടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ വന്നിട്ട് അവർക്ക് കൊടുക്കാം. അതാണല്ലോ കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഞാൻ അറിഞ്ഞില്ല കുട്ടികൾക്കുള്ളതാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്യില്ലായിരുന്നു കേട്ടോ. അവർ വന്നിട്ട് തുറക്കുള്ളൂ, കാരണം അവർക്കതാണ് സന്തോഷം. അങ്ങനെ ഡോൺ വന്നപ്പോൾ നമ്മളുടെ പള്ളിയിലത്തെ പിന്നെ ആരോ ചോദിച്ചായിരുന്നു എൻ്റെ ഇടവക പള്ളി ഏതാണെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇടവക പള്ളി, നടത്തറ പള്ളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് പെസഹ മറ്റേ എല്ലാ ഫോട്ടോസും. അപ്പോൾ അതിലും ഉണ്ട് നമ്മളുടെ ഉയർപ്പിൻ്റെ ഫോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവം. നമ്മൾ പറയില്ലേ ഓർക്കാപ്പുറത്ത് നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ 51 കുട്ടികൾ പറഞ്ഞല്ലോ ഞാൻ മിനിയാന്ന് പറഞ്ഞില്ലേ, 51 കുട്ടികളുടെ കുർബാന സ്വീകരണം ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗി, എല്ലാവരും എന്താ പറയുക ഭയങ്കര ഭംഗിയില്ല. അപ്പം ഞാൻ ആദ്യം വെറുതെ ഇങ്ങനെ എടുത്തുള്ളൂ. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ ഏതെങ്കിലും ഒരു കുട്ടി ഇത് കാണാൻ ഇടയായി കഴിഞ്ഞാൽ ആ കുട്ടി ഇതിലുണ്ടോയെന്നാണ് അല്ലെങ്കിൽ അവൻ ആദ്യം നോക്കാം. അപ്പോൾ ഒരാളെ വിട്ടു പോവാത്ത രീതിയിൽ ഞാൻ തുടക്കം തൊട്ടാണ് എടുത്തു കേട്ടോ. കാരണം നമ്മൾ ഓർക്കാപ്പുറത്തൊരു ഫോട്ടോ അയ്യോ ഇതിൻ്റെ അപ്പുറത്ത് ഞാനുണ്ടായിരുന്നു എന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെയൊക്കെ ചെറുപ്പം നമുക്ക് നന്നായിട്ട് അറിയില്ല. നമ്മളൊക്കെ അങ്ങനെയാണ്, നമ്മളൊരു വില കൊടുത്ത് എവിടെയെങ്കിലും നിന്നിട്ട് ഒരു ഫോട്ടോയിൽ കണ്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ അപ്പം നമ്മൾ പറയും അയ്യോ ഇതിൻ്റെ അപ്പുറത്ത് ഞാനുണ്ടായിരുന്നു, അയ്യോ പെട്ടില്ല കേട്ടോ ഞാനെന്ന് പറയും. അപ്പോൾ ഇത് എടുത്തപ്പോൾ എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വേഗം ഫുള്ള് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഏതെങ്കിലും 1-2 കുട്ടികളെങ്കിലും ഉണ്ടാവും.
അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം, അപ്പോൾ ചിന്താവിഷയം തന്നെ പറയാം. ഏറെ സംസാരിക്കുകയും ഏറെ ചിരിക്കുകയും ചെയ്യുന്നവർ പെട്ടെന്ന് ആവശ്യത്തിന് മാത്രം സംസാരിക്കാൻ ആരംഭിച്ചുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക അവരുടെ ഉള്ളം തകർന്നിരിക്കുകയാണെന്ന്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റു, സുഖമായിട്ട് ഉറങ്ങിയിട്ടോ. ഉറങ്ങി എണീറ്റപ്പോൾ നമ്മുടെ പിള്ളേർസ് വരി വരിയായിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾ സാധാരണ വിചാരിക്കും ഇതെന്ത് പറ്റി, ഇന്ന് വേറൊരു പാത്രമാണല്ലോ എന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് പാലുണ്ടായിരുന്നു, ഞാൻ അവർക്കത് കൊടുത്തു. അതിൽ കൂട്ടിന്ന് ഞാൻ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരെണ്ണത്തിൽ വെച്ചു, പിന്നെ രണ്ടും കൂടി എടുത്ത് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. കാരണം സ്ഥിരം ഒരു പാത്രം കാണുമ്പോൾ അയ്യോ ഇതെല്ലാം അല്ലല്ലോ കൊടുക്കാറെന്ന് നിങ്ങൾ മനസ്സിലെങ്കിലും ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ കയ്യോടെ പറഞ്ഞതാട്ടോ. അങ്ങനെ പിള്ളേർസ് എണീച്ച് അവരവരുടെ കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ തോമു വന്നിട്ടില്ല കേട്ടോ. തോമു ഡോണിൻ്റെ കൂടെ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഹബ്ബിൽ പോയേക്കാം. അപ്പോൾ അവൻ തോമു ചാക്കോ അതാ പറയണേ, തോമു ഹബ്ബിൽ പോയിന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ച് തോമു എത്തിയിട്ടോ. അപ്പോൾ തോമു വന്നപ്പോൾ ഇന്ന് തിമിത്തിയേട്ടൻ മിഠായി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടാണ് മൂപ്പര് വന്നേക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ തുറന്നപ്പോൾ അപ്പയും മോനും കൂടിയിട്ട് നേരത്തോടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേർസിന് മിഠായിയൊക്കെ കൊടുത്ത് എന്താ പറയുക ഭയങ്കര സന്തോഷമായി. ഇപ്പം ആരെന്ത് കൊണ്ടുവരുമ്പോഴും 3 എണ്ണമായി. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുക, ഞങ്ങളും 3 പേരായിരുന്നു, ഞങ്ങൾ 3 പൂക്കളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ 3 പേര്, ഞങ്ങൾ 3 പെൺമക്കളായിരുന്നെങ്കിൽ ഇവരും 3 ആൺകുട്ടികൾ. അപ്പോൾ ഞാനെപ്പോഴും നമ്മളെന്താ പറയുക, അമ്മച്ചി അപ്പച്ചനൊക്കെ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ആൺകുട്ടി ഉണ്ടാവാനായിട്ട്. അപ്പോൾ 3 പെണ്ണായിരുന്നു. അപ്പോൾ ഇപ്പോൾ തിരിച്ച് ഇവിടെ 3 ആൺകുട്ടികളായി. ഞങ്ങളുടെ വീട്ടിൽ 7 ആൺകുട്ടികളാണ് കേട്ടോ. അപ്പം ഞാൻ തോമു വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ, ആ ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വശത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ വന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ വീഡിയോ എടുത്തതായോ എനിക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെങ്ങനെ ഒരാളാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത്, ഇത് ഇന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവർക്ക് സംഭവം ഈ ബ്രഷ് ഉണ്ടെങ്കിലും ഒരാൾ കൊടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഈ ബോക്സിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം. അപ്പോൾ 3 പേരുടെയും പേര് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ ശരിക്കും വോയിസ് ഓവർ ഉണ്ട്, പക്ഷെ അതിൽ കുട്ടികൾ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും അവരുടെ പേരൊന്നും പറയാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി 3 ആൾക്ക്. അപ്പോൾ 3 ആളും നോക്കിയപ്പോൾ ഒരേപോലെ 3 എണ്ണം തുറന്നപ്പോഴും ഒരേ കളറ് കേട്ടോ. ബ്രഷ് 3 ഒരേ കളറ് കുട്ടികളുടെ 3 പേരുടെയും. അപ്പോൾ ഉണ്ട് തോമു, ചാക്കോ, പാച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഒരു താങ്ക്സ് പറയുകയാണ് ഞാൻ. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇവർ വിചാരിച്ചു ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുതാവുന്നു. അപ്പോൾ 3 പേരുടെയും നോക്കിയപ്പോൾ ഒരേപോലെ ഒരേ കളറ്. അപ്പോൾ ഞങ്ങളും പറയായിരുന്നു എന്തായാലും അയച്ച ആൾ നന്നായി, നല്ല ഇതിലാണ് അയച്ചേക്കണത്. കാരണം ഒരാൾക്ക് പോലും അതിൽ അയ്യോ എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറയേണ്ട ഒരവസ്ഥ വന്നില്ല. അവരുടെ പാക്ക് മറ്റേ ബോക്സ് തുറക്കുമ്പോഴത്തെ അവരുടെ ആകാംക്ഷയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ, ഫോട്ടോസ്. അപ്പോൾ എന്നോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അവർ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്പയോടും അമ്മയോടൊക്കെ ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഭയങ്കര സന്തോഷം. അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും അത്, ഞങ്ങളെല്ലാവരും ചുറ്റും നിൽക്കണ്ടായിരുന്നു കേട്ടോ, ഡോണും ഡിവൈനും ഡിംപിളും ഡാഡിയും എല്ലാവരും. കാരണം ഇവരുടെ ഒരു പ്രത്യേക എക്സ്പ്രഷൻ എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ 3 ആളും 3 പേരുടെയും പാക്ക് അവരവരുടെ പാരൻസിനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പരിപാടിക്ക് ഇരുന്നു കേട്ടോ. അപ്പോൾ പേളിൻ്റെ മാലകൾ ഒക്കെ ഏകദേശം എന്താ പറയുക സ്റ്റോക്ക് എടുപ്പിൻ്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് ആയിട്ടാവാമെന്ന് വിചാരിച്ചിട്ടാണ്. പ്രത്യേകിച്ച് പേളെന്ന് പറയുമ്പോൾ നമ്മളത് കൂടുതൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല കേട്ടോ. ഈ പേളിൻ്റെ ഒരു മാല എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മറ്റേ നമുക്ക് ഗോൾഡ് കെട്ടിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ സ്ട്രിങ്ങിൽ കോർത്തിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ സാൻഡ് സ്റ്റോൺ ആയാലും പേള് കോറൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ബീഡ്സായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഗാർനെറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് എത്ര എണ്ണാന്ന് വെച്ചാൽ അത് സ്ട്രിങ്ങിൽ നിങ്ങൾക്ക് എത്തിച്ച് തരും കേട്ടോ. അങ്ങനെ ശരിക്കും എന്നോടൊരു കുട്ടി മറ്റേ സാൻഡ് സ്റ്റോൺ അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്കത് തോന്നിയത്. കാരണം നമ്മൾ വരുത്തിക്കുന്നിടത്ത് നിന്നൊക്കെ ഇങ്ങനത്തെ സ്റ്റോൺസ് പലതരം സ്റ്റോൺസ് കിട്ടാറുണ്ട്. അങ്ങനെ ഇന്ന് രാത്രി ദോശയും ചിക്കൻ കറിയായിരുന്നു. ഡിവൈൻ്റെ വക ദോശയും ചിക്കൻ കറിയും. അപ്പോൾ
എപ്പോഴും ഞാനും പറയും മീൻ കറിയിലും ഞാൻ എന്ത് കാണിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഒന്നും ഒക്കെ അരയ്ക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും വേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഡിവൈൻ പറയായിരുന്നു ഞാൻ ഇന്ന് ചിക്കൻ കറി അങ്ങനെ തന്നെയാണ് ചെയ്തത്, ഫുൾ വാട്ടിയതിന് ശേഷം അരച്ചിട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും എടുത്ത് കളയാനില്ലാന്ന്. അപ്പോൾ ഞാൻ പറയായിരുന്നു നന്നായി എന്തായാലും. അപ്പോൾ എനിക്ക് ഇഷ്ടം ഇങ്ങനെ ഇന്ന ദോശ എന്നൊന്നുമില്ല, കട്ടി ദോശയാണ്. ഇത് നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ മാവ്, അതുകൊണ്ട് തന്നെ ദോശ നല്ല സോഫ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം എനിക്ക് കട്ടി ദോശ മതി എന്ന് പറഞ്ഞു. ഈ തട്ടിൽക്കുട്ടി ദോശ എന്ന് പറയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ചമ്മന്തിയും അല്ലെങ്കിൽ ഇങ്ങനെ ചാറൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് നെയ് റോസ്റ്റിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ ചാറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എനിക്ക് അതാണ് ഇഷ്ടം. അതുപോലെ കുറേ പേര് പേളിൻ്റെ ഒപ്പം വൈറ്റ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ വൈറ്റാണ് കേട്ടോ, ശരിക്കും വൈറ്റ് സ്റ്റോണാണ് ഈ കൊന്തമണി പോലെയുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർക്ക് പേളിനേക്കാൾ കൂടുതൽ വൈറ്റാവും ഇഷ്ടം. അപ്പോൾ ഞാനും പ്രിഫർ ചെയ്യുക വൈറ്റാണ്. കൊന്തമണിയുമേ പേളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2-3 വട്ടം റീപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഗ്ലേസിങ് പോവും. തിരിച്ച് ഇതാവുമ്പോൾ ഒരു പ്രശ്നങ്ങളും വരില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ റെഡിയായി. നാളേക്കുള്ള കൊറിയറും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ തുണികൾ കുറച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. അതൊന്ന് മടക്കി വെച്ചു. വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് മടക്കി വെച്ചു. അത് കഴിഞ്ഞത് പേളിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ബ്ലാക്ക് ഒന്ന് എന്താ പറയുക സോർട്ട് ചെയ്ത് മാറ്റി വെക്കണം. അത്രയധികം ഉണ്ട് ബ്ലാക്ക് അരിമണിയിൽ. അതൊന്ന് ഫോട്ടോ എടുത്ത് ഞാനപ്പോൾ ഇങ്ങനെ ഓരോ ബോക്സ് തുറക്കുമ്പോഴും അതിൻ്റെ റിപ്പയർ ഉണ്ടെങ്കിൽ അത് കൊളുത്ത് മാറ്റാണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ബോക്സ് മേലത്തെ മായ്ക്കൽ അതൊക്കെ ഇങ്ങനെ ഓരോ പണികളായിട്ട് വെച്ചാൽ അപ്പോൾ ഒരു ബോക്സ് എടുക്കുമ്പോൾ തന്നെ കുറേ ചിലപ്പോൾ 2-3 ദിവസം എടുക്കുന്നുണ്ട് ഒരു ബോക്സ് ഒന്ന് ക്ലിയറാക്കി വരാനായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഒന്ന് അടിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടോ ഇതേപോലത്തെ മണി പ്ലാന്റ് ഭയങ്കര ഭംഗിയിലാണ് നിൽക്കണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഡോർ അടയ്ക്കുമ്പോൾ പുറത്തുനിന്ന് വെയിലും കൊള്ളും, വെള്ളവും കിട്ടും, നല്ല ഒരു അന്തരീക്ഷത്തിൽ വളരണതുകൊണ്ട് അത് ഭയങ്കര ഭംഗിയിട്ടാണ്. നല്ല എന്താ പറയുക നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാതും ഇങ്ങനെ നല്ല ഉഷാറിൽ ഇതുവരെ എനിക്ക് മുകളിലൊന്നും കയറ്റി വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ വേറെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഭംഗിയിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ള നല്ലോണം പിടിച്ചിട്ടുമുണ്ട്. ഇനി അതിൽ കുറച്ചധികം വെള്ളമൊഴിച്ച് കുറേ മണി പ്ലാന്റ് ഉള്ളത് അതിൽ നിന്ന് എടുക്കണം. ഞാൻ ജസ്റ്റ് അന്ന് കട്ട് ചെയ്തപ്പോൾ വെച്ചു എന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരൊറ്റ ഇത് വെച്ചിട്ട് ബാക്കി മീൻ ഇടാനാണ് വിചാരിച്ചേക്കണം. അപ്പോൾ ഡിവൈൻ പറഞ്ഞാൽ എന്തായാലും ഈ വെക്കേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് മുകളിൽ കയറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം കുട്ടികൾ ഫുൾ ടൈം ഉള്ളതല്ല, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടുകയും ചെയ്ത് പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറ്റാണ്ട് വെച്ചേക്കണം കേട്ടോ. അങ്ങനെ ഗുളിക ഇന്ന് ഞാൻ കഴിക്കാനായിട്ടുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങനെ തന്നെ എടുത്തു വെച്ചേക്കായിരുന്നു. കിടക്കണ സമയമാകുമ്പോൾ കുട്ടികളില്ലാത്ത സമയത്ത്. കാരണം കുട്ടികൾ വരുന്ന സമയത്ത് ഞാൻ ഈ ഗുളികകളുടെ പണികളൊന്നും നോക്കാറില്ല കേട്ടോ. കാരണം അവരത് ഇങ്ങനെ എടുത്തിട്ട് അതെന്താന്ന് ചോദിക്കുമ്പോൾ ഗുളികയാണ്, എന്തെങ്കിലും ഒരെണ്ണം അറിയാണ്ട് ഒന്ന് താഴെ വീഴുകയോ അല്ലെങ്കിൽ കുട്ടികൾ അറിയാണ്ട് വായിലിടുകയോ ചെയ്ത ഇരട്ടി അപകടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മെഡിസിൻസ് പൊട്ടിച്ചിടൽ കാര്യങ്ങളൊക്കെ ഞാൻ കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം മാത്രം ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി. ഞാനെല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ അവിടെ നിന്ന് എണീറ്റത്. കുറച്ച് ലേറ്റായി. ഞാൻ ഓർണമെൻറ്റ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് എണീക്കാൻ കുറേ ലേറ്റായി. കുറച്ചല്ല കുറേ അധികം ലേറ്റായിട്ടോ. അങ്ങനെ എന്നാലും 11 മണിയായപ്പോഴേക്കും ഒരുവിധം എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നിപ്പോൾ ഒരു മണിക്കൂർ ഈ എക്സ്പോർട്ടിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ആകുമ്പോൾ 12 മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാം കഴിയും. അപ്പോൾ ഇന്ന് ശരിക്കും കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തത്. കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ ലേറ്റ് ആവാറില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. സമയം ഞാൻ 11:30 ആയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ 11:30 ആയി. ഞാൻ 11 എന്നാണ് വിചാരിച്ചത്, പക്ഷേ 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 12:15 ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ചിരിയും ബഹളവും കളിയും ഒക്കെ കഴിഞ്ഞ് കുട്ടികളിന്ന് ഭയങ്കര സന്തോഷമായിട്ടാണ് പോയേക്കണേ. ഇന്ന് മുകളിൽ കയറുമ്പോൾ ഞാനത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 പേരുടെയും കയ്യിൽ ഓരോ ബോക്സായിട്ടാണ് 3 പേരും പോയേക്കണത്. പാച്ചു ആയാലും തോമു ആയാലും ചാക്കോ ആയാലും അവർ കയറി പോകുമ്പോൾ 3 പേരുടെയും അവരവരുടെ ഗിഫ്റ്റ് ബോക്സും കൈ പിടിച്ചിട്ടാണ് കയറിപ്പോയേക്കണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസവും കഴിഞ്ഞു. അപ്പോൾ പാച്ചുവിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവന് ആ ഉച്ച വരെ ഒന്ന് പനിച്ചു. അത് കഴിഞ്ഞിട്ട് നേരിയൊരു ചൂടുണ്ടായിരുന്നു. ഇപ്പം മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി എന്താവും എന്നുള്ളത് അറിയില്ല. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ സ്കൂളിലേക്ക് പോവും. അങ്ങനെയൊക്കെ ആയിരിക്കുന്നു വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇപ്പോൾ കൂടുതൽ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെയൊക്കെ പാർക്കാൻ പോയിട്ടൊക്കെ മടങ്ങി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നാളെ കാണാം നമുക്ക് കേട്ടോ. ബൈ.